നാറാണത്ത് ഭ്രാന്തൻ ജനിച്ച കഥ അറിയാം. ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചു. എന്നാൽ പണ്ഡിതശ്രേഷ്ഠനായ വരരുചിക്കും അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല. അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. വിക്രമാദിത്യൻ വരരുചിക്ക് ഉത്തരം കണ്ടെത്താൻ 41 ദിവസത്തെ അവധി നൽകി. അങ്ങനെ ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി. എന്നാൽ എത്ര അലഞ്ഞിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 40-ാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിലിരിക്കെ ഉറങ്ങിപ്പോയി. ആ ആൽമരം വനദേവതമാരുടെ വീടായിരുന്നു. അവർ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിനു പോയിരിക്കുകയായിരുന്നു. വരരുചി ഉണർന്നപ്പോഴേക്കും അവർ തിരിച്ച് എത്തി വനദേവതമാർ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. ആ പറയ്ക്കുണ്ടായ പെൺകുഞ്ഞിന്റെ ഭാവി ഭർത്താവാരായിരിക്കും എന്ന കൂട്ടുകാരുടെ ചോദ്യത്തിന് മാം വിദ്ധി എന്നതുപോലും അറിയാത്ത ഈ വരരുചിയായിരിക്കും എന്നായിരുന്നു വനദേവതമാർ പറഞ്ഞു. പെട്ടെന്ന് ശ്ലോകം ഓർമ്മ വരികയും വരരുചി വിക്രമാദിത്യ സദസ്സിൽ എത്തുകയും ഈ ശ്ലോകം വ്യാഖ്യാനിക്കുകയും ചെയ്തു. സുമിത്ര വനവാസത്തിനു മുൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ശ്ലോകം. തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചെങ്കിലും വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ പെൺകുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു. ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ തലക്കരികിൽ തീബന്ധം തറച്ച് ചങ്ങാടത്തിൽ രാത്രി നദിയിലൊഴുക്കിയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. രാജകൽപ്പന പ്രകാരം ഭടന്മാർ വരരുചിയുടെ ഇംഗിതം നടപ്പാക്കി. പിന്നീട് വരരുചി ഒരു യാത്ര ആരംഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. ആതിഥേയൻ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചു. എന്നാൽ ബ്രാഹ്മണ പുത്രിയുടെ കണ്ട് ഇഷ്ടപ്പെട്ട വരരുചി അവളെ വിവാഹം കഴിക്കാനാഗ്രഹിക്കുകയും പഞ്ചമിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം വരരുചി തന്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിന്റെ പാട് കാണാനിടയായി. അതിന്റെ പിന്നിലെ കഥയെപ്പറ്റി ചോദിച്ച വരരുചി പഞ്ചമി ആ ബ്രാഹ്മണന്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹം എടുത്തുവളർത്തിയതാണെന്നും മനസ്സിലായി. വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി പത്നിയോടൊത്ത് തീർത്ഥയാത്രയ്ക്കു പോകാൻ തീരുമാനിച്ചു. ഈ യാത്രയ്ക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാകുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. വരരുചി കുട്ടിക്ക് വായ ഉണ്ടോ എന്ന് ചോദിക്കുകയും പഞ്ചമി ഉണ്ട് എന്ന് മറുപടി നൽകി. എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോകാം, വായ കീറിയ ഈശ്വരൻ വായ്ക്ക് ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിഷമത്തോടെ പത്നി അത് അനുസരിച്ചു. പിന്നീട് യാത്രയിൽ വരരുചിക്കും പത്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു. ഇങ്ങനെ അവർ 11 മക്കളെ ഉപേക്ഷിച്ചു. അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ കുട്ടിക്ക് വായ ഇല്ല എന്നൊരു കള്ളം മറുപടിയായി നൽകി. എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരരുചി നിർദ്ദേശിച്ചു. വരരുചിയുടെ പത്നിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായി ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമായി. ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ലാക്കുനിലപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ബാക്കി 11 കുട്ടികളെയും ഉള്ള വ്യക്തികൾ എടുത്തുവളർന്നു. ആ 12 മക്കളും പിന്നീട് മേഴത്തോൾ, അഗ്നിഹോത്രി, പാക്കനാർ, വള്ളോൻ, നാറാണത്ത് ഭ്രാന്തൻ, കാരയ്ക്കലമ്മ, അകവൂർ ചാത്തൻ, പാണനാർ, വടുതല നായർ, ഉപ്പുകൂറ്റൻ, ഉളിയന്നൂർ പെരുന്തച്ചൻ, വായില്ലാക്കുനിലപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു.